കൊല്ലം പത്തനാപുരത്ത് ആളില്ലാതിരുന്ന 2 വീടുകളിൽ മോഷണ ശ്രമം. വീടിന്റെ കതക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കടക്കാമണ്ണിൽ ശിവോഹം വീട്ടിൽ അഖിൽ, തച്ചിരേത്ത് വീട്ടിൽ TG എബ്രഹാം എന്നിവരുടെ വസതികളിലാണ് മോഷണ ശ്രമം നടന്നത്. കതകുകൾ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്നുവെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അലമാരകളും മേശകളും തകർത്ത് തുണികളും മറ്റും വാരി വിതറിയ നിലയിലാണ്. അടുത്തടുത്ത വീടുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. പത്തനാപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൊത്തം സാധനങ്ങളും വലിച്ചു വാരിയിട്ട് പണവും സ്വർണവും തപ്പിയതാണ്. പക്ഷേ ഈ 2 വീടുകളിലും ഉടമസ്ഥരില്ലാതെ അടച്ചിട്ടേക്കുന്ന വെളിയിലുള്ള ആൾക്കാരാണ്. അവർ CCTV അടുത്ത വീടുകളിൽ CCTV ഉള്ളത് തിരിച്ചു വെച്ചിട്ടാണ് അവർ കയറിയത്. തോന്നുന്ന രീതിയിൽ ഒരു ചെറിയ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. 3 വീടുകളിലോളം കയറിയിട്ടുണ്ട്. 2 വീടുകളിലാണ് ഒരുപാട് നാശനഷ്ടം നടത്തിയിരിക്കുന്നത്. ഒരു വീട്ടിൽ ക്യാമറ മാത്രം തിരിച്ച് അവരുടെ വീട്ടിൽ ബെല്ലടിച്ചിട്ട് അവർ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെ ഒരു വീട് മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഒരു വീട്ടിൽ മാത്രമേ കയറിയുള്ളൂ എന്നാണ് കരുതിയത്. ഇന്ന് നോക്കിയപ്പോൾ വീണ്ടും തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്. കണ്ണൂർ പിലാത്തറയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാറിന്റെ ഉടമയെ കണ്ടെത്തി. കാർ താൻ സുഹൃത്തിന് കൈമാറിയതാണ് എന്ന് വാഹന ഉടമ അശ്വന്ത് പറയുന്നു. നാട്ടിൽ നിന്ന് വരാൻ മഹാരാഷ്ട്ര സ്വദേശിയായ സുഹൃത്തിന്റെ കുടുംബത്തിനാണ് വാഹനം കൊടുത്തത്. വാഹനം കൊണ്ടുപോയ ആൾ വീട്ടിലുണ്ടെന്നും ഉടമ പറഞ്ഞു. പിലാത്തറ കോപ്പറേറ്റീവ് കോളേജിന് സമീപത്താണ് ഇന്ന് രാവിലെ കാർ കണ്ടെത്തിയത്. ബോണറ്റും ഡോറും തുറന്ന നിലയിലുള്ള കാറിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു. യാത്ര ചെയ്തിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കോളേജിലെ സെക്യൂരിറ്റി അപ്പോൾ രാവിലെ ഇറങ്ങി വരുമ്പം ഇതേ സംശയത്തിന് ഒരു കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ മൊത്തം കാർ തകർത്ത നിലയിലുണ്ടായിന്. അപ്പോൾ തന്നെ സെക്രട്ടറി സജഷൻ അറിയിക്കുമായിരുന്നു. അപ്പോൾ സെക്രട്ടറി വന്ന ശേഷം പോലീസിൽ വിവരം കൊടുത്തപ്പോൾ പോലീസ് എത്തി. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാനായിട്ടില്ല. കാറിൻ്റെ ഡോറിലൊക്കെ തുറന്ന് എല്ലാം നശിപ്പിച്ച രീതിയിലാണ് ഉണ്ടായത്. ചിത്രങ്ങളൊക്കെ പുറത്തിട്ട നിലയിലുണ്ടായി. ചെറിയ ഗ്ലാസും കുറച്ച് ചോരക്കറി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ഇതായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിലായി. പന്തീരാങ്കാവ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മണക്കടവ് സ്വദേശി കളത്തിങ്ങൽ ജിഷ്ണുവാണ് പിടിയിലായത്. വള്ളിക്കുന്ന് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് 111 ഗ്രാം കഞ്ചാവും മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും കണ്ടെടുത്തു. നടക്കാവ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ മറ്റൊരു പരിശോധനയിലാണ് പാറോപ്പടി സ്വദേശി മുഹമ്മദ് സോഹനെ പിടികൂടിയത്. പ്ലാനറ്റോറിയത്തിനടുത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. തൃശൂർ കുന്നംകുളത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 50 ലിറ്റർ വാഷ് പോലീസ് പിടികൂടി. അടുപൂട്ടിക്കുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ഡ്രമ്മിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ പ്രദേശത്ത് വ്യാജച്ചാരായ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് നടത്തിയ ഇടപെടലിലാണ് വാഷ് കണ്ടെത്താൻ കഴിഞ്ഞത്. പിടികൂടിയ 50 ലിറ്റർ വാഷ് സംഭവസ്ഥലത്ത് തന്നെ പോലീസ് നശിപ്പിച്ചു.